ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു ഇടിയൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കാം. ആദ്യം അതിന് ചക്ക വേണമല്ലോ. ചക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം മതിയായിരുന്നു. ചെറിയ ചക്കയില്ലായിരുന്നു, അത് കാരണം 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരെ വേവിക്കാൻ വയ്ക്കാം. ഇതിന് ഒരു വിസിൽ മതിയായിരുന്നു. ഈ കുക്കറിൽ അത്രയ്ക്ക് അടിച്ചാൽ പെട്ടെന്ന് വേവും. അധികം വെന്ത് കുഴഞ്ഞു പോവേണ്ട. അധികം വെന്ത് കുഴഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമുക്കൊരു ഇടിക്കല്ലിൽ വെച്ച് മെല്ലെ മെല്ലെ ചതച്ച് അത് മാറ്റി വയ്ക്കാം. ചൂടാറാൻ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളണ്ട. എന്നിട്ട് മാറ്റി വെച്ചിട്ട് അത് അതിലേക്ക് ആവശ്യമായ ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച് നന്നായിട്ട് ചതച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ പച്ചമുളകല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ തോരൻ വെക്കുമ്പോഴാണ് ഇത് പച്ചമുളക് ഉപയോഗിക്കുക. ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ടേക്കണത്. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ചിലവർക്ക് അത് ഇഷ്ടാവില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പച്ചമുളക് ഉപയോഗിക്കാറുണ്ട്. ഇതിലേക്ക് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചിട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് അതും മൂപ്പിക്കണം നന്നായിട്ട്. എത്ര പേരിങ്ങനെ വെക്കാറുണ്ട് പറയണം കേട്ടോ കമൻറ്റിൽ. ഇങ്ങനെ വറ്റൽമുളക് അധികം ഉപയോഗിക്കാറില്ല അധികം പേര് ഈ നമ്മുടെ ഇടിയൻ ചക്കയിൽ. ഇത് ടേസ്റ്റാണ്, ഒന്ന് വെച്ച് നോക്കുക എപ്പോഴെങ്കിലുമൊക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടാൽ, കറിവേപ്പില പിന്നെ നമ്മൾ സാധാരണ ഇടണതല്ലേ, അത് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അല്ലേ നമ്മുടെ കറികളിൽ ഇത് ഇട്ടില്ലെങ്കിൽ. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇടിയൻ ചക്ക അതിലേക്ക് ഇടുക. അതും നന്നായിട്ട് അതിൽ മിക്സാക്കുക. അതിലത്തെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ, അതൊക്കെ നന്നായിട്ട് തോർത്തിയെടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് അത് അങ്ങനെ ആയാലും അതിൽ ടേസ്റ്റ് കൂടുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നു, ആദ്യമല്ലേ, അത് കാരണമൊക്കെ മറക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ടാണ് ചതച്ച് വെച്ചേക്കണത്. അതും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു ഇതിൻ്റെ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ഇടിയൻ ചക്ക ഉപ്പേരി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റൊക്കെ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയൂട്ടാ. ഞാൻ ആദ്യമായി കാരണം അങ്ങനെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ പറയൂ.